അങ്ങനെ നമ്മുടെ ഹൈദരാബാദിലെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മൗലാലി എന്ന് പറഞ്ഞൊരു ഹില്ലിലാണ്. അത് കയറാൻ വേണ്ടി വന്നേക്കാണ്. ഞാനിപ്പോൾ 3 ദിവസമായി ഹൈദരാബാദിൽ വന്നിട്ട് കുറേ കാലമായി വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ഒരു ഫിയർ കാരണം വീഡിയോ എടുക്കാതെ മാറി നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഒരു കഠിനമായ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ 3 പേര് വേറെയുണ്ട്. അവരെ ഞാൻ കാണിച്ചു തരാം. ഒരു തന്നെ ഓടുന്നേ പറയടാ. ഇത് പാരീസ് നമ്മുടെ ഡൽഹിയിലെ വീഡിയോസിൽ ഇവൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ കെയർ ഓഫിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയത്. അപ്പോൾ അവൻ്റെ കൂടെ അവൻ്റെ ഫ്രണ്ടായ വരുന്നു ടയേർഡായ ക്രിസ്റ്റൽ, നമ്മുടെ സ്വന്തം നാട്ടുകാരിയാണ്, പിറവങ്കാരിയാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നപ്പോൾ കേട്ടോ പരിചയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ അഭിരാമിയുണ്ട്. ടയേർഡായ അഭിരാമിയുണ്ട്. ഇതിപ്പോൾ നല്ല സ്റ്റെപ്പുണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ താഴേന്ന് നമ്മുടെ വണ്ടി അവിടെ വെച്ചിട്ട് നമ്മൾ വന്നേക്കാണ്. ഇപ്പോൾ മേളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്, സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടൊരു പരിപാടിയാണ്. കാരണം നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി രാവിലെ പോന്നിട്ട് 3:30 ആയപ്പോൾ വന്നു. 4 മണിയാകുമ്പോൾ തുറക്കുമെന്ന് വിചാരിച്ചു. തുറന്നില്ല. 5 മണി വരെ വെയിറ്റ് ചെയ്ത് ചായയും കുടിച്ചിട്ട് വന്നേ. കമോൺ. അതിൻ്റെ ക്ഷീണവും മാറ്റിയിട്ടുണ്ട്. അയ്യോ, എൻ്റെ ടൗൺ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. ഇത് ടൗണിൻ്റെ പേര് എന്നാളാ അറിയാം? സെക്കന്ദരാബാദോ? സെക്കന്ദരാബാദ് ഫുൾ ടൗൺ ഏരിയയാണ്. പക്ഷേ അടിപൊളി. അപ്പോൾ ആ ഹില്ലെന്താ അമ്പലോ? കൊള്ളാം. പക്ഷെ നല്ല അടിപൊളി ഒരു ഏരിയ. പക്ഷേ ഇത് പ്രൈമറി ലൊക്കേഷൻ ഒന്നും ഇല്ലല്ലോ. പക്ഷേ ഞാൻ ചോദിച്ചു പ്രൈമറി എല്ലായിടത്തും കിടന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഹൈദരാബാദ്. അത് നമുക്കൊരു വേറെ സീരീസ് ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് കാണാം, ഈ സ്റ്റെപ്പ്. ഇത് നല്ല പഴക്കമുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ തന്നെ, ഇവരാദ്യമായിട്ടല്ലേ ഇവിടെ വരെ. അയ്യോ, വണ്ടി അവിടെ വെച്ചിട്ട് ഇത്രയും കയറിയപ്പോഴത്തേക്കും ഞങ്ങൾ ടയേർഡായി. ഇതേപോലൊരു ഹില്ല് അവിടെ എങ്ങനെ ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഹൈദരാബാദിൻ്റെ വലിയൊരു പോർഷൻ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇങ്ങനെ കിടക്കുകയാണ് വട്ടത്തിൽ. മെല്ലിക്കയറാം. അയ്യോ, ഇതെന്താ കവാടോ? ശരിക്കും ഇതെന്താ ശരിക്കും സെറ്റപ്പ് എങ്ങനെയാണ്? ദർഗ. കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. പക്ഷെ നല്ല രസമുണ്ട്. ഇത് നല്ല പഴക്കമുണ്ട് ഇതിന്. എല്ലാം പൊളിഞ്ഞ് ഏകദേശം ഒരു വഴിക്കായിട്ടിരിക്കുകയാണ്. പക്ഷേ വ്യൂ കിട്ടില്ല കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലല്ലോ. വീഡിയോയോ ഫോട്ടോയോ ഒന്നും കാണാതെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അവർ ടയർഡായി. അപ്പോൾ ഇത് കവാട. ഇത് അതും കവാടല്ലേ? സൂര്യൻ കുറച്ച് ലേറ്റാണ്. ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ വരുന്നതിന് മുമ്പ് സെറ്റാകുന്നു. പക്ഷേ സെറ്റായില്ല. അയ്യോ, ടയർഡാട്ടോ. ഇങ്ങനെയൊന്നും കയറി നടക്കാത്തവരനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് എന്തായാലും മേളിലേക്ക് പോകാം. അയ്യോ, അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ആക്ച്വലി ഇവിടെ വേറെ ആരുമില്ല കേട്ടോ. ഇവിടെ കുറച്ച് പരിപാടി. എന്നത് പോടാ, നീ എന്തെങ്കിലും മണ്ടത്തരം പറയും, ഞാനത് വിശ്വസിക്കുകയും ചെയ്യും. അയ്യോ, വായൊക്കെ വെള്ളം പറ്റി ഒരു പരിപാടിയുണ്ട്. അവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. വേസ്റ്റ് മാനേജ്മെൻറ്റ് തീരെയില്ല. ഭയങ്കര ശോകം പിടിച്ച പരിപാടി അവിടുത്തെ ഉള്ളത്. ഭയങ്കര വേസ്റ്റ് തള്ളുന്ന ആൾക്കാർ. അവിടെ കിടിലം വ്യൂ ആണ്. ഇങ്ങോട്ടേക്ക് ഉണ്ട്. ഇതാണ് നമ്മളവിടെ കണ്ട കവാടം. हेलो हाय, नाम क्या? मुस्तफ़ा. तुम्हारा? हसन. आप यूट्यूबर हो? हाँ. वीडियो आपके चैनल पे कितने लाइक्स हैं? ज़्यादा है. हेलो. ഇവിടെ നിന്ന് കുറേ പിള്ളേർ, അവർക്കൊരു കൗതുകം. നമുക്കെന്തായാലും ഇവിടുന്ന് ബാക്കി കയറി നോക്കാം. ഇവിടെ ആരൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കിവിടുത്തെ എഴുതി വെച്ചേക്കണം, മനസ്സിലായില്ല. മൗലാലി എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ലോക്കൊക്കെ കെട്ടിയിട്ടും അങ്ങനെ എന്തൊക്കെ ഇവരുടെ കുറച്ച് പ്രയറും കാര്യങ്ങളൊക്കെയാണ്. എനിക്കിവിടെ വീഡിയോഗ്രാഫി അലൗഡാണെന്ന് അറിയില്ല. നമുക്ക് നോക്കാം.
നമുക്കിവിടെ വന്നപ്പം അവരവിടെ നിന്നോ സ്വീറ്റ് കഴിക്കാൻ തന്നു. നമുക്ക് തരും. കാജു കട്ട്ലി അല്ല, മിൽക്ക് പേട. മിൽക്ക് പേട നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അയ്യോ, എല്ലാവരും കൊടുക്കുന്നുണ്ടോ? ഭക്തി. പക്ഷെ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അവിടെ ഇതിനെപ്പറ്റി അറിയാവുന്ന ആരുടെ പോയി ചോദിക്കുന്നത് എന്താണ് സംഭവം, ഇത് എന്ത് ചെയ്യാൻ ചോദിക്കും? നമുക്കിത് ഗൂഗിളിൽ നോക്കിയാൽ പോരെ? ഇത്ര എത്തിയിട്ട് നമ്മളത് പറയാതിരിക്കുന്ന മോശം. ചോദിച്ചറിയാം എന്നാ പറ. എത്ര തവണ തന്നെ? ഇവിടെയോ? നീയോ? ഞാൻ ഇവിടെ അല്ല, ഞാൻ വേറെ. ताला अगर आपकी कोई मन्नत है तो आप यहाँ पर ऐसा बांध सकते हैं, दोनों हाथ जोड़िए, ऐसा गिरेगा। सॉरी, मेरे हाथ में बोतल थी. दुपट्टे में ले लो। ഓക്കെ, സാധനം കിട്ടിയിട്ടുണ്ട്. അത് അവൻ മേടിച്ചു. നമുക്ക് കുറച്ച് സ്ഥലം പോലെ എന്തോ തന്നിട്ടുണ്ട്. तो आपकी कोई भी मन्नत होती है ना, तो आप यहाँ पे बांध सकते हैं. जब मन्नत पूरी होती है तो फिर यहाँ के कुछ भी मतलब ऐसा वो कर सकते हैं. इस तरह का कुछ है. ഉണ്ടെങ്കിൽ ഇത് ലോക്ക് ചെയ്തിട്ട് പ്രാർത്ഥിക്കാം. സാധിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ലോക്ക് അടിച്ചിട്ട് ലോക്ക് കഴിക്കാന്നല്ല, നമ്മളിങ്ങനെ ഓഫർ ചെയ്യില്ലേ, പൈസ കൊടുക്കൂല, ഇത് നടന്ന ഇത് ചെയ്യാവുന്നത് നടന്നു കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനൊരു സെറ്റപ്പ് ആട്ടോ. ഇതേപോലെ ലോക്കിൽ ഇവിടെ കിട്ടിയിട്ട് ഒരു പ്രാർത്ഥിക്കും. അങ്ങനെയാണ്. അനാറാ? ആ അതെ, അനാറ് മരം സെറ്റ്. പക്ഷെ എന്ത് പീസ്ഫുള്ളല്ലേ, ആൾക്കാരെന്ത് പീസ്ഫുള്ളല്ലേ. താഴെയുള്ളവരാണെങ്കിലും നല്ല ഭയങ്കര പൊളൈറ്റ് ആയിട്ട് നമ്മളോട് സംസാരിക്കുന്ന. പക്ഷെ കൊള്ളാം, അടിപൊളിയായിരുന്നു. ഇതിപ്പോൾ കൈ പിടിക്കാൻ പറ്റില്ല. എടാ ഇതാരും ഒന്ന് പിടിക്കണം, ഞാനിത് ലോക്കായിട്ടിരിക്കാം. ബദാമില് ഓ ഒന്നുമില്ല, കിട്ടിയായിരുന്നു. നിങ്ങൾക്ക് കിട്ടിയതല്ലേ? ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. नहीं नहीं, मैं भी बाहर का हूँ. आई एम फ्रॉम इंदौर. Thank you. You came here for a tourist or something? Yes. आपका नाम? शबी. ഷബി. ഓക്കെ, അദ്ദേഹം ഇവിടെ ടൂറിസ്റ്റ് ആണോ? അയ്യോ, അയ്യോ, എനിക്ക് സൗണ്ട് ഇച്ചിരി കൂടുന്നുണ്ട്. എന്തായാലും ഇത് കഴിച്ചു. ഞാൻ ഈ ചെരുപ്പില്ലേ, ഇത് HRXന്റെ ചെരുപ്പാണ്. ആക്ച്വലി ഒറിജിനലിന് 1000 സംതിങ് വിലയുണ്ട്. സെയിം കോപ്പി സെയിം ക്വാളിറ്റിയിൽ കിട്ടും. 164 രൂപ, 200 രൂപ എൻ്റെ അടുത്തുണ്ട്. അയ്യോടാ, ഞാനിവിടെ ചെരുപ്പ് കണ്ട വന്നേ. ആ സോറി, ഞാൻ അവിടെ ചെരുപ്പിട്ടിട്ടാ വന്നേ. സെയിം ക്വാളിറ്റി കിട്ടുന്ന ചെരുപ്പ് അത്. अंकलो यार इनके तो प्राय नहीं है, वो मेरा उम्र ज़्यादा नहीं है. सनराइज के भी ले लो. हाँ वो सनराइज आता है ना, तो बाहर से मिलने के लिए. ആ ഓ സൂര്യൻ അവിടെ നിന്ന് ഉദിച്ചു വരുന്നുണ്ട്. ഇവർ പറയണത് സൂര്യൻ അവിടെ നിന്ന് കാണണം, അടിപൊളിയാണെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് എന്തായാലും പുറത്തുനിന്ന് കാണാം. അതല്ലെന്ന് തോന്നുന്നു. ഈ സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ഇവിടെ വരെ വന്നത്. അങ്കിള്, പിള്ളേരെന്നെ അങ്കിളെന്ന് വിളിച്ചു. ഇതിനു വേണ്ടി അടിയാണോ? ഒരാൾക്ക് കൊപ്ര. എനിക്ക് 2 ബദാമും തരാമോ? അയ്യോ, അണ്ടിപ്പരിപ്പ് എല്ലാവരും എടുത്തുണ്ട്. എനിക്ക് തോന്നി എന്തായാലും ഇവിടെ അണ്ടിപ്പരിപ്പിന് വേണ്ടി അടി ഉണ്ടാക്കാം. ഇതെന്ത് സാധനം? ഇത് പോപ്കോണാ? മക്കാനോ? ആ അല്ല, പോപ്കോൺ സ്റ്റൈലില്ലേ? അല്ലു അർജുന്റെ തിയേറ്ററാണ്. ശരിയാ, സാധനം കൊള്ളാം. ആണോ? ജ്യൂസ് വരട്ടെ, പണം പോട്ടെ, പവർ വരട്ടെ. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതൊക്കെ കണക്കുള്ള കേട്ടോ.
കറുത്ത് നിന്ന് പച്ച. വ്യൂ അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ, ഒരു ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ പൊളിയും. പക്ഷെ ഡ്രോണില്ല. ഡ്രോൺ എടുക്കാൻ മറന്നുപോയി. ഡ്രോൺ എടുക്കാൻ മറന്നു. ഡ്രോൺ ഇവിടെ കടയില്ല, അത് മേടിക്കാൻ കാശില്ല. QR കോഡ് സൈഡില് കൊടുത്തിട്ട് എല്ലാരും സംഭാവന കുഞ്ഞു മനസ്സിന്റെ നമ്പർ നല്ല എക്സ്പീരിയൻസ് ഉള്ളവരായിട്ട് പറയണേ. കുട്ടി നല്ല ഈമാനുള്ള കുട്ടിയുണ്ട്. ആ പൊട്ടും പോയി തേങ്ങ. ഞാൻ പൊട്ട ഇവിടെ നിർത്തും. കണ്ടപ്പോഴത്തേനെ ഇത് പിറ്റേ വെച്ച് രാവിലെ എണീറ്റ് വന്നതല്ല, ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇന്നലെ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ട് തിരിച്ച് റൂമിൽ വന്നപ്പോൾ 1:30 പിന്നെ 2:30 3 മണിയായപ്പോൾ ഇറങ്ങി. കുളിച്ചത് മാത്രമേ ഉള്ളൂ. ഫുഡ് വേറെ ഉറക്കോ പരിപാടിയൊന്നും നടന്നിട്ടില്ലായിരുന്നു. എന്നാലും സൂര്യൻ വരട്ടെ. സൂര്യനാണെന്ന് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ സൈഡിലെ വ്യൂ ഒക്കെ ചെറുതായിട്ട് പിടിച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് ഇതിൻ്റെ വ്യൂ വരുന്നത്. ആക്ച്വലി കണ്ട ഈ ഏരിയ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റയർ സിറ്റി നമുക്ക് ഇവിടെ നിന്ന് ഇത്രയും അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നത്. ആ ഏരിയ മുതൽ ഈ ഏരിയ മുതൽ അപ്പുറം സൈഡിൽ പിന്നെ പോയില്ല. ബാക്കിയുള്ള ഏരിയ എല്ലാം അടിപൊളിയാണ്. ഇവിടെ ഒരു വഴി കൊടുത്തിട്ടുണ്ട്. ഇനി ചിലപ്പോൾ അടുത്ത സെറ്റപ്പിന് മേലിലേക്ക് കയറി വരുന്ന രീതിയിൽ എന്തുവാണോ അവർ പ്ലാൻ ചെയ്യുന്നത് തോന്നുന്നു. പക്ഷേ വർക്ക് കംപ്ലീറ്റഡ് അല്ല. അതിവിടെ വരെ ഉണ്ട്. ഭയങ്കര അടിപൊളിയാണ് ലൊക്കേഷനും വ്യൂവും മൊത്തമുള്ള കാഴ്ചകളും. വെള്ളം തരൂ. സ്ലൈസ് ഇപ്പൊ തരാം. അതെ, വീട്ടിൽ നിന്ന് എടുത്ത് വെച്ച പച്ചവെള്ളം സബ്സേപ്പെടാ ശുദ്ധ പനിന്ന്. ഇപ്പൊ സ്ലൈസ് ഇങ്ങനത്തെ ജോലിക്ക് പോകാൻ റെഡി ആയിക്കോട്ടെ. ഇത് ലാസ്റ്റ് കുപ്പിയാണോ അടിക്കണത്? വേറെന്തോ ആ വഴി ഡ്യൂട്ടിക്ക് പോവാ. അയ്യോ. അപ്പം എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്തായാലും നമ്മളിനി താഴത്തേക്ക് ഇറങ്ങാം. താഴത്തേക്ക് ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. നേരെ അപ്പോൾ